കഴിഞ്ഞ വീഡിയോയിൽ കാൽവേരി മൗണ്ടിന്റെ വിശേഷങ്ങൾ കണ്ടവര് ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ. കല്യാണ ടെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. കാൽവേരി മൗണ്ടിൽ നിന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്നതാണ് ഈ കല്യാണത്തണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് തേയിലത്തോട്ടങ്ങള്. തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ അങ്ങനത്തെ നടന്നിട്ടുണ്ടോ? നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന കാഴ്ചകൾ പോലെ ഉണ്ടല്ലേ ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് ആസ്വദിച്ചു പോകും. എന്തായാലും മനസ്സ് നിറഞ്ഞ ഒരു യാത്ര തന്നെയായിരുന്നു ഈ കാൽവേരി മൗണ്ടിലേക്കുള്ളത്. 2024 ഏറ്റവും കൂടുതൽ കുറിഞ്ഞു പൂത്തേക്കുന്നത് കല്യാണ തണ്ടിലാണ്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ഇൻസ്റ്റാഗ്രാം റീൽസിലും ഷോർട്സിലും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു നീലക്കുറിഞ്ഞു പൂത്തിരിക്കുന്നത്. അത് കാണുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ എത്തിയ സമയം കുറച്ച് ലേറ്റ് ആയി പോയി. ഏതായാലും കുറിഞ്ഞുകളില്ലെങ്കിലും നമുക്ക് കാണുന്ന നല്ല ആസ്വാദനം തരുന്ന സ്ഥലങ്ങളാണ് ഈ കല്യാണ തണ്ടും. ഇതൊരു താഴ്വാരം പോലത്തെ സ്ഥലമാട്ടോ. നമുക്ക് ഇറങ്ങി അങ്ങ് സഞ്ചരിക്കാൻ പറ്റും. ഇവിടുത്തെ കാറ്റാണ് മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. 24 മണിക്കൂർ ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ലൊരു കുളിർമയേകുന്ന ഒരു കാറ്റാണ്. നമ്മളിപ്പോ നല്ല നട്ടുച്ച വെയിലത്താണ് നിൽക്കുന്നത്, പക്ഷെ നമുക്ക് ഒട്ടും ചൂട് അനുഭവിക്കുന്നില്ല. നല്ല സുഖകരമായ ഒരു ക്ലൈമറ്റ് ആണ്. ഓഗസ്റ്റ് ആദ്യത്തെ ഒരാഴ്ചകളിലാണ് ഇവിടെ കുറിഞ്ഞികൾ കൂടുതൽ പൂക്കാറുള്ളത്. കണ്ണെത്താൻ ദൂരത്തോളം ഉള്ള ഈ താഴ്വാരം നിറയെ പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കും കേട്ടോ. അതൊരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ്. നമ്മളിങ്ങനെ കൈ ഓടിച്ചു കഴിഞ്ഞാണല്ലോ നമ്മുടെ ക്യാമറ ചലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണുകൾക്കും നല്ല കുളിർമയുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ ബിസി ലൈഫിൽ നിന്ന് ഒരു ചെറിയ എസ്കേപ്പ് ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. മൈൻഡ് ഒക്കെ ഒന്ന് റിഫ്രഷ് ആവാനും എല്ലാം കൊണ്ടും പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ കല്യാണത്തണ്ടും കാൽവേരി മൗണ്ടും ഒക്കെ. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നതെങ്കിൽ മറക്കാണ്ട് ഫോളോ കൂടെ ചെയ്തേക്കണേ.